ഇന്നും പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് കരയുകയും എന്റെ വരുമാനം വളരെ കുറവാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങളോട് തന്നെ പറയുന്ന വെറുമൊരു ഒഴിവുകഴിവ് മാത്രമാണ്. നിങ്ങളുടെ പോക്കറ്റിനെയല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളെ തന്നെ സമ്പന്നരാക്കുന്ന ആ 12 അചഞ്ചലമായ നിയമങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക: ദാരിദ്ര്യമെന്നത് പണത്തിന്റെ കുറവല്ല, മറിച്ച് ബുദ്ധിയുടെ നാശമാണ്. ചിന്തകൾ മാറുമ്പോൾ ചെറിയ വരുമാനം പോലും നിങ്ങൾക്ക് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ഒരു നിമിഷത്തേക്ക് ലോകത്തോട് കള്ളം പറയുന്നത് നിർത്തുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ഒരു കൈപ്പേറിയ ചോദ്യം ചോദിക്കുക. രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോഴും ഉറക്കം വരാതിരുന്നിട്ടുണ്ടോ? കാരണം നാളത്തെ ചിലവുകൾ എങ്ങനെ നടത്തുമെന്ന പേടിപ്പെടുത്തുന്ന ചിന്ത മാത്രമായിരിക്കും മനസ്സിൽ. നിങ്ങളുടെ പോക്കറ്റിൽ വെറും 200 രൂപയോ 300 രൂപയോ മാത്രം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും രോഗിയാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിന്റെ വിവാഹക്ഷണക്കത്ത് വരികയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് ഒരാളുടെ മാനസികാവസ്ഥ മറ്റൊരാളോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ബാത്റൂമിലെ പൈപ്പ് തുറന്നിട്ടോ അല്ലെങ്കിൽ തലയിണയിൽ മുഖമൊളിപ്പിച്ചോ കരഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, ഞാനൊരു കഴുതയെപ്പോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ തലവരയിൽ മാത്രം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എഴുതിവച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ കേട്ടോളൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും ഇതേ പരിഭ്രാന്തിയോടെ ഉണരുകയും ഇതേ ഭയത്തോടെ ഉറങ്ങുകയും ചെയ്യുന്നു. രാവിലെയുള്ള ഓട്ടപ്പാച്ചിൽ, വൈകുന്നേരത്തെ ക്ഷീണം, മാസാവസാനം അതേ ഒഴിഞ്ഞ കൈകൾ. മനസ്സിൽ ഒരേയൊരു ചോദ്യം മാത്രം: എന്റെ ജീവിതം മുഴുവൻ EMI-കളും ബില്ലുകളും അടച്ചു തീർക്കാൻ മാത്രമുള്ളതാണോ? എന്നാൽ ഇന്ന് സ്കൂളുകളോ കോളേജുകളോ പഠിപ്പിക്കാത്ത, ആരും നിങ്ങളെ അടുത്തിരുത്തി പറഞ്ഞ് മനസ്സിലാക്കാത്തൊരു സത്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. കൈപേറിയ സത്യം ഇതാണ്: കുറഞ്ഞ വരുമാനം കൊണ്ടല്ല ഒരാൾ ദരിദ്രനായി തുടരുന്നത്. ആ വരുമാനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണ് അയാൾ ദരിദ്രനായി തുടരുന്നത്. ചെറിയൊരു ദ്വാരമുള്ള കുടം എത്ര വലിയ സമുദ്രത്തിൽ മുക്കിയാലും അതൊരിക്കലും നിറയില്ല എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. അതുപോലെ തന്നെ ശരിയായ മാനേജ്മെന്റ് ഇല്ലാതെ ഒരാൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല, അയാളുടെ വരുമാനം ലക്ഷങ്ങളാണെങ്കിൽ പോലും. ദരിദ്രനായ മനുഷ്യന് പണം സമ്പാദിക്കാൻ അറിയാം, പക്ഷേ പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് അയാൾ ദരിദ്രനായി തന്നെ മരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. ഒരേ നഗരത്തിൽ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന 2 പേർ. 2 പേർക്കും 15,000 രൂപയാണ് ശമ്പളം. പക്ഷേ 5 വർഷത്തിന് ശേഷം ഒരാൾ വിലക്കയറ്റത്തെക്കുറിച്ച് പരാതിപ്പെട്ട് കരയുന്നു. എന്നാൽ രണ്ടാമത്തെയാൾ അതേ 15,000 രൂപയിൽ നിന്ന് കുറച്ചുകുറച്ചായി മിച്ചം പിടിച്ച് സ്വന്തമായി ഒരു ബൈക്കും ഒരു ചെറിയ സ്ഥലവും വാങ്ങുന്നു. ഇതൊരു ഭാഗ്യത്തിന്റെ കളിയാണോ? ഒരിക്കലുമല്ല. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വ്യത്യാസമാണ്. ഇതാണ് ചാണക്യനീതിയുടെ വ്യത്യാസം. വർഷങ്ങളായി നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആ ചക്രവ്യൂഹത്തിൽ നിന്ന് നിങ്ങളെ പുറത്തുകൊണ്ടുവരാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങളെ സമ്പന്നരാക്കുന്ന ആ 12 നിയമങ്ങളെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കും. അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പു നൽകുന്നു, നിങ്ങളുടെ ശമ്പളം ഇന്നും അതുതന്നെയായിരിക്കും, പക്ഷേ നിങ്ങളുടെ പോക്കറ്റിൽ പണം മിച്ചം വരാൻ തുടങ്ങും. നിയമം 1: ചോർച്ചകൾ കണ്ടെത്തുക. തന്റെ ഖജനാവിൽ എവിടെ നിന്നാണ് ചോർച്ചയുണ്ടാകുന്നത് എന്നറിയാത്ത ഒരു രാജാവിന്റെ രാജ്യം സ്വർണത്താൽ നിർമ്മിച്ചതാണെങ്കിൽ കൂടി നശിച്ചുപോകുമെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതവും ആ പൊട്ടിയ കുടം പോലെയായിരിക്കുന്നു. ശമ്പളം വർദ്ധിക്കുന്ന ദിവസമെല്ലാം ശരിയാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ സത്യമിതാണ്, ആ ചോർച്ച അടയ്ക്കുന്നതുവരെ ശമ്പളം കൂടിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സമ്പന്നനാകാനുള്ള ആദ്യ നിയമം കൂടുതൽ സമ്പാദിക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ പണം എവിടെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് കണ്ടെത്തുക എന്നതാണ്. നമുക്ക് എന്തിനാണ് ബഡ്ജറ്റ് എന്നും നമ്മുടെ പണം എവിടെയാണ് പോകുന്നതെന്ന് നമുക്കറിയാമല്ലോ എന്നും ഭൂരിഭാഗം ആളുകളും ചോദിക്കാറുണ്ട്. എന്നാൽ ഇത് പകുതി സത്യം മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കുന്നിടത്തേക്കല്ല നിങ്ങളുടെ പണം പോകുന്നത്. നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിലേക്കാണ് അത് പോകുന്നത്. ചിലപ്പോൾ 50 രൂപയുടെ ഓൺലൈൻ ഫുഡ് ഓർഡർ, 100 രൂപയുടെ ക്യാബ്, സുഹൃത്തുക്കളുമൊത്തുള്ള ചായകുടി, അല്ലെങ്കിൽ വെറുതെ മാർക്കറ്റിൽ പോയി 200 രൂപയുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നത്. ഈ 10 അല്ലെങ്കിൽ 20 രൂപയ്ക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ തുള്ളിത്തുള്ളിയായാണ് കുടം നിറയുന്നതെന്നും തുള്ളിത്തുള്ളിയായാണ് കുടം കാലിയാകുന്നതെന്നും ചാണക്യൻ പറയുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളൊരു തപസ്സുപോലെ ഇതാരംഭിക്കണം. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ചെറിയ ഡയറി സൂക്ഷിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും ആ ഡയറിയിൽ എഴുതുമെന്ന് പ്രതിജ്ഞയെടുക്കുക. തുടക്കത്തിൽ ഇത് നിങ്ങൾക്ക് വളരെ വിചിത്രമായി തോന്നും. എന്നാൽ 10 ദിവസത്തിനു ശേഷം ആ ഡയറി നോക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾ നിസ്സാരമെന്ന് കരുതിയ ആ ചായയ്ക്ക് വേണ്ടി മാസം തോറും ആയിരക്കണക്കിന് രൂപ നിങ്ങൾ ചിലവാക്കുന്നത് നിങ്ങൾ കാണും. ശത്രുവിനെ കാണാതെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇത് എഴുതിവെക്കേണ്ടത് അത്യാവശ്യമാകുന്നത്. നിങ്ങളുടെ അനാവശ്യ ചിലവുകളാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു. നിങ്ങൾ ചിലവുകൾ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറ് ഉണർന്ന് പ്രവർത്തിക്കും. അടുത്ത തവണ പോക്കറ്റിൽ നിന്ന് 100 രൂപയുടെ നോട്ടെടുക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ഒന്ന് മടിക്കും.
ഈ നിമിഷത്തിലാണ് നിങ്ങളുടെ ദാരിദ്ര്യം തോൽക്കാൻ തുടങ്ങുന്നത്. നിയമം 2. കോട്ടക്കെട്ടൽ അഥവാ ശരിയായ ബഡ്ജറ്റ് നിർമ്മാണം ചിലവുകൾ തടയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ സമ്പന്നരാകില്ല. ഇതിനായി പണപ്പെരുപ്പത്തിനോ അടിയന്തര സാഹചര്യങ്ങൾക്കോ തകർക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക കോട്ട നിങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ നിയമം ജനിക്കുന്നത്, അതായത് ശരിയായ ബഡ്ജറ്റ് ഉണ്ടാക്കുക. ആസൂത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന രാജ്യം തീർച്ചയായും തകരുമെന്ന് ചാണക്യൻ പറയുന്നു. ആളുകൾക്ക് ബഡ്ജറ്റ് എന്ന് കേൾക്കുന്നത് തന്നെ പേടിയാണ്. ബഡ്ജറ്റ് എന്നാൽ പിശുക്കാണെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ സത്യം ഇതിനു നേരെ വിപരീതമാണ്. ബഡ്ജറ്റ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നില്ല. ബഡ്ജറ്റ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നു. പണം എങ്ങോട്ടാണ് പോയതെന്ന് ഓർത്ത് വിഷമിക്കുന്നതിനു പകരം പണം എവിടേക്ക് പോകണമെന്ന് നിങ്ങളുടെ പണത്തോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഇത് നൽകുന്നു. ആവേശത്തോടെ കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കുകയും 10 ദിവസത്തിനു ശേഷം അത് തെറ്റിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് 99% ആളുകളും ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടുന്നത്. പാലിക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനാണ് ചാണക്യൻ പറയുന്നത്. കുറഞ്ഞ ശമ്പളത്തിൽ പോലും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ വരുമാനത്തെ 3 തിരിക്കുക. ആദ്യത്തെ 50% നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്കാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇത് 50%-ൽ കൂടുതലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിധി വിട്ട് ചിലവാക്കുന്നു എന്നാണ് അർത്ഥം. രണ്ടാമത്തെ 20% ചാണക്യന്റെ അടിയന്തര ഫണ്ടാണ്. ഇതിൽ തൊടാനേ പാടില്ല. നിങ്ങളുടെ മോശം സമയത്തെ സൈന്യാധിപനാണിത്. ബാക്കിയുള്ള 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ ഓർക്കുക, ഇത് 30% മാത്രമായിരിക്കണം. നിയമം 3. ചിതൽ സിദ്ധാന്തം. ഈ 2 നിയമങ്ങൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരിക്കലുമില്ല. നിങ്ങൾ ചിലവുകൾ ട്രാക്ക് ചെയ്തു, ബഡ്ജറ്റ് ഉണ്ടാക്കി. എങ്കിലും ഇപ്പോൾ പോലും നിങ്ങളുടെ വീടിന്റെ തറ തോണ്ടുന്ന അദൃശ്യനായ ഒരു ചിതലുണ്ട്. സമ്പന്നർ ഒരിക്കലും ചെയ്യാത്തൊരു തെറ്റ്. എന്നാൽ ഇടത്തരക്കാർ എല്ലാ ദിവസവും ആ തെറ്റ് ആവർത്തിക്കുകയും ഞാൻ എന്റെ ജീവിതം ആസ്വദിക്കുകയാണ് എന്ന് അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ വർഷങ്ങളുടെ അധ്വാനത്തെ ചാരമാക്കുന്ന ഈ ചിതൽ എന്താണ്? ശത്രു, രോഗം, അഗ്നി എന്നിവയെ ഒരിക്കലും ചെറുതായി കാണരുതെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ അവ വലിയ രൂപം പ്രാപിച്ച് നിങ്ങളെ ചാമ്പലാക്കും. ഇതേ നിയമം നിങ്ങളുടെ പണത്തിനും ബാധകമാണ്. ഇതിനെയാണ് ഞാൻ ചിതൽ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. വില കൂടിയ മൊബൈലോ പുതിയ ബൈക്കോ അല്ലെങ്കിൽ വലിയ ഗാഡ്ജറ്റുകളോ വാങ്ങുമ്പോഴാണ് പണം തീർന്നുപോകുന്നതെന്ന് മിക്കവരും കരുതുന്നു. എന്നാൽ സത്യമതല്ല. നിങ്ങളുടെ ദാരിദ്ര്യത്തിന് കാരണം വലിയ ചിലവുകളല്ല, മറിച്ച് നിങ്ങൾക്കൊരു സൂചന പോലുമില്ലാതെ ചിതലിനെപ്പോലെ നിശബ്ദമായി നിങ്ങളുടെ പോക്കറ്റ് കാർന്നു തിന്നുന്ന ചെറിയ ചെറിയ ശീലങ്ങളാണ്. ശ്രദ്ധിച്ചു ചിന്തിക്കൂ. നിങ്ങളുടെ ഒരു ചെറിയ ദൈനംദിന ശീലം നിങ്ങൾക്ക് വർഷത്തിൽ 10,000 രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചേക്കില്ല. ഇപ്പോൾ ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ ദിവസവും 40 രൂപയുടെ ചായയോ സ്നാക്സോ കോൾഡ് ഡ്രിങ്കോ കുടിക്കുന്നുണ്ടെന്ന് കരുതുക. ദിവസവുമുള്ള ഈ 40 രൂപ വളരെ ചെറുതായി തോന്നാം. എന്നാൽ ഈ 40 രൂപ മാസത്തിലെ 30 ദിവസം കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 1200 രൂപയാകുന്നു. വർഷത്തിലെ 365 ദിവസങ്ങൾ കൂടുമ്പോൾ ഇതേ ചെറിയ തുക 14,600 രൂപയാകുന്നു. ഒരു ചെറിയ ശീലം 15,000 രൂപ സ്വാഹ. സുഹൃത്തുക്കളെ, ഇതൊരു ശീലത്തിന്റെ കാര്യം മാത്രമാണ്. പുറത്തുനിന്നുള്ള പ്രഭാത ഭക്ഷണം, വെറുതെ വണ്ടിയോടിച്ച് കറങ്ങൽ, അല്ലെങ്കിൽ വാരാന്ത്യങ്ങളിൽ സമയം കൊല്ലാൻ വേണ്ടി മാത്രം ഷോപ്പിംഗ് മാളിൽ പോവുക എന്നിങ്ങനെ 3-4 ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ വലിയൊരു പങ്കാണ് ഇല്ലാതാക്കുന്നത്. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്നാൽ എല്ലാ മാസവും നിങ്ങൾ ഈ പണം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്കതിന്റെ വേദന അനുഭവപ്പെടുന്നേയില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്നാണോ ഇതിനർത്ഥം? നമ്മൾ ചായ കുടിക്കുന്നത് നിർത്തണമെന്നാണോ? ചാണക്യൻ സംസാരിക്കുന്നത് ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ സന്യാസത്തെക്കുറിച്ചല്ല. പണം ലാഭിക്കാനുള്ള ഏറ്റവും മികച്ച നിയമം ഇതാണ്: ഒഴിവാക്കരുത്, പകരം മാറ്റുക. 300 രൂപയുടെ കഫേ കോഫിക്ക് പകരം വീട്ടിലെ 20 രൂപയുടെ കോഫി കുടിക്കുക. സുഹൃത്തുക്കളെ, വലിയ റെസ്റ്റോറന്റുകളിൽ കാണുന്നതിനു പകരം ശാന്തമായ ഏതെങ്കിലും സ്ഥലത്തോ പാർക്കിലോ വെച്ച് കാണുക. ഓർക്കുക, പണം ചിലവാക്കുന്നത് നിർത്തുന്നവനല്ല സമ്പന്നനാകുന്നത്, മറിച്ച് പണം എവിടെ ചിലവാക്കണമെന്ന് പഠിക്കുന്നവനാണ് സമ്പന്നനാകുന്നത്. നിയമം 4. വിത്തിന്റെ നിയമം. ഇനി നമുക്ക് 4ാമത്തെ നിയമത്തിലേക്ക് വരാം. ഇത് അറിയാത്തതുകൊണ്ട് മാത്രമാണ് 99% ആളുകളും ജീവിതകാലം മുഴുവൻ EMIയുടെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് വിശ്വസിക്കൂ. ഇതിനെയാണ് വിത്തിന്റെ നിയമം എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരനായ ഒരു കർഷകനെ നോക്കൂ. വിളവെടുപ്പ് കഴിഞ്ഞാൽ അവൻ ആദ്യം എന്താണ് ചെയ്യുന്നത്? അവൻ ആ ധാന്യങ്ങൾ മുഴുവൻ തിന്നുതീർക്കുമോ? ഇല്ല. വീട്ടിൽ ഭക്ഷണത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അവൻ ആദ്യം അടുത്ത കൃഷിക്കുള്ള വിത്ത് മാറ്റിവെക്കും. ആ വിത്തിൽ അവൻ തൊടുക പോലുമില്ല. കാരണം ഇന്ന് ആ വിത്ത് കഴിച്ചാൽ നാളെ വിതയ്ക്കാൻ അവന്റെ പക്കൽ ഒന്നുമുണ്ടാകില്ലെന്നും അവൻ പട്ടിണി കിടന്ന് മരിക്കുമെന്നും അവനറിയാം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ വിദ്യാസമ്പന്നനായ മനുഷ്യൻ ആ നിരക്ഷരനായ കർഷകനേക്കാളും മോശം അവസ്ഥയിലാണ്. ശമ്പളം വരുമ്പോൾ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കുന്നു,
പിന്നെ റേഷൻ വാങ്ങുന്നു, പിന്നീട് ഓൺലൈൻ സെയിലുകളിൽ ഷോപ്പിംഗ് നടത്തുന്നു. എന്നിട്ട് സ്വയം പറയുന്നു, ഈ മാസം ബാക്കി വരുന്നത് ഞാൻ മാറ്റിവെക്കാം. എന്നാൽ സുഹൃത്തുക്കളെ, നെഞ്ചിൽ കൈവച്ച് പറയൂ, മാസാവസാനം എപ്പോഴെങ്കിലും എന്തെങ്കിലും ബാക്കി വരാറുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ഭാവിയുടെ വിളവിനുള്ള വിത്ത് നിങ്ങൾ നേരത്തെ തന്നെ തിന്നുതീർത്തു. വിജയികളായവരും സമ്പന്നരുമായ ആളുകൾ ഇതിന്റെ നേരെ വിപരീതമാണ് ചെയ്യുന്നത്. അവരുടെ നിയമം ഇതാണ്: ആദ്യം സമ്പാദ്യം, പിന്നെ ചിലവ്. ശമ്പളം അക്കൗണ്ടിൽ വന്നയുടനെ അവർ തങ്ങളുടെ വരുമാനത്തിന്റെ 20% മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതായത് പണം കണ്ണിൽ നിന്നും ദൂരെയാക്കുന്നു. കണ്ണിൽ കാണാത്തത് മനസ്സിൽ നിന്നും മാറും. പണം മുന്നിൽ കാണാത്തപ്പോൾ അത് ചിലവാക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകില്ല. ഇത് നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നു. എന്റെ സമ്പാദ്യത്തിന് ശേഷമാണ് എന്റെ ചിലവുകൾ ആരംഭിക്കുന്നത്, അല്ലാതെ എന്റെ ചിലവുകൾക്ക് ശേഷമല്ല എന്റെ സമ്പാദ്യമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. നിയമം 5: മഴുവിന് മൂർച്ച കൂട്ടുക. ഇവിടെ ഒരു ചോദ്യം ഉയർന്നുവരുന്നു. ഞങ്ങൾ എത്ര മാറ്റിവെച്ചാലും ഞങ്ങളുടെ ശമ്പളം വളരെ കുറവാണ്. 10,000 അല്ലെങ്കിൽ 15,000 രൂപയിൽ നിന്ന് എന്ത് ബാക്കി വരാനാണ് എന്ന് ചിലർ ചോദിക്കും. അവർക്കുള്ളതാണ് നമ്മുടെ 5ാമത്തെ നിയമം. മഴുവിന് മൂർച്ച കുറവാണെങ്കിൽ മരം വെട്ടാൻ കൂടുതൽ സമയവും അധ്വാനവും വേണ്ടിവരുമെന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ മൂർച്ചയുണ്ടെങ്കിൽ ആ പണി മിനിറ്റുകൾക്കുള്ളിൽ തീരും. നിങ്ങളുടെ സ്കിൽ അഥവാ നൈപുണ്യമാണ് ആ മഴു. ആളുകൾ ജീവിതകാലം മുഴുവൻ 15,000 രൂപയുടെ ജോലി ചെയ്യുകയും സർക്കാരിനെയോ സ്വന്തം വിധിയെയോ പഴിചാരി കരയുകയും ചെയ്യുന്നു. എന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ ഞാൻ പുതിയതായി എന്താണ് പഠിക്കേണ്ടത് എന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവർ പുതിയ മൊബൈലിന് 20,000 രൂപ ചിലവാക്കും. എന്നാൽ പുതിയൊരു കഴിവ് പഠിക്കാനോ പുസ്തകമോ കോഴ്സോ വാങ്ങാനോ 500 രൂപ ചിലവാക്കാൻ അവർക്ക് മടിയാണ്. ദരിദ്രനായ ഒരാളുടെ ചിന്ത ഇങ്ങനെയാണ്: എന്റെ കയ്യിൽ പണമില്ല, ഞാൻ എന്തു ചെയ്യാനാണ്? സമ്പന്നനായ ഒരാളുടെ ചിന്ത ഇങ്ങനെയാണ്: എന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് എന്റെ മൂല്യം ഞാൻ കൂട്ടിയേ തീരൂ. പണം ലാഭിക്കുന്നത് വഴി നിങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിച്ചേക്കാം, എന്നാൽ സമ്പന്നനാകാൻ നിങ്ങൾ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ചേ മതിയാകൂ. നിങ്ങളുടെ വരുമാനത്തിന്റെ 10% നിങ്ങളുടെ ബുദ്ധി വികസിപ്പിക്കുന്നതിനായി മാറ്റിവെക്കുക. നിയമം 6: ആർഭാടമെന്ന വിഷം. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ വന്നെത്തുന്ന ഒരു ഭയങ്കരമായ കെണിയാണ് 6ാമത്തെ നിയമം, അഥവാ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. സമൂഹത്തെ കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കുന്നവന്റെ പണം കൈപ്പത്തിയിൽ വെച്ച വെള്ളം പോലെ നശിച്ചുപോകുമെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശമ്പളം 10,000-ൽ നിന്ന് 25,000-ആയി മാറുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ പെട്ടെന്ന് തന്നെ EMI-യിൽ വില കൂടിയ ഒരു ഫോൺ വാങ്ങുന്നു, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ചയിലാണെന്ന് ലോകം വിചാരിക്കും. എന്നാൽ സത്യത്തിൽ നിങ്ങൾ ഉള്ളിൽ കൂടുതൽ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ച വരുമാനത്തെ ചിലവാക്കി മാറ്റാത്തവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. എനിക്ക് സമ്പന്നനായി അഭിനയിക്കണ്ട, എനിക്ക് യഥാർത്ഥത്തിൽ സമ്പന്നനാകണം എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. നിയമം 7: കടത്തിന്റെയും EMI-യുടെയും മായാജാലം. സുഹൃത്തുക്കളെ, നിങ്ങൾ വരുമാനം വർദ്ധിപ്പിച്ചു, ചിലവുകൾ കുറച്ചു, ആർഭാടങ്ങൾ ഒഴിവാക്കി എന്ന് കരുതുക. എന്നിട്ടും രാപ്പകലില്ലാതെ നിങ്ങളുടെ ചോര നീരാക്കിയുണ്ടാക്കുന്ന പണം ഊറ്റിക്കുടിക്കുന്നൊരു ശത്രുവുണ്ട്. നിങ്ങളെ ദരിദ്രനായി നിലനിർത്താൻ വേണ്ടി മാത്രം ബാങ്കുകളും വലിയ കമ്പനികളും ചേർന്നുണ്ടാക്കിയ ആധുനിക ചക്രവ്യൂഹം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറകൾ പോലും കടം വീട്ടി മരിക്കേണ്ടിവരും. നിങ്ങളുടെ വീട്ടിൽ കയറിക്കൂടിയ ആ മധുരമുള്ള വിഷം, അതാണ് കടം, അഥവാ EMI-യുടെ മായാജാലം. കടം എന്നത് ഒരു അഗ്നികുണ്ഡമാണ്. അതിലൊരിക്കൽ വീണാൽ നിങ്ങൾ ചാരമാകുന്നതുവരെ അത് നിങ്ങളെ കത്തിച്ചുകൊണ്ടിരിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആചാര്യ ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഈ അഗ്നികുണ്ഡത്തിന് വളരെ മനോഹരമായൊരു പേര് നൽകിയിട്ടുണ്ട്: ക്രെഡിറ്റ് കാർഡ്, നോ കോസ്റ്റ് EMI. നിങ്ങൾ ഒരു മാളിൽ പോകുമ്പോഴോ ഓൺലൈനിൽ 50,000 രൂപയുടെ ഒരു ഫോൺ കാണുമ്പോഴോ നിങ്ങളുടെ പോക്കറ്റിൽ വെറും 5,000 രൂപ മാത്രമേ ഉണ്ടാകൂ. ഇത് വാങ്ങരുത്, നിനക്കതിന് കഴിവില്ല എന്ന് നിങ്ങളുടെ തലച്ചോറ് പറയും. എന്നാൽ അപ്പോഴാണ് ഈ മായാജാലം നിങ്ങളെ വലയിലാക്കുന്നത്. നിങ്ങൾ മാസം വെറും 2,000 രൂപ അടച്ചാൽ മതിയെന്ന് അവർ പറയുന്നു. അവിടെ നിങ്ങളുടെ മനസ്സ് തോൽക്കുന്നു. ആ സിസ്റ്റത്തെ നിങ്ങൾ വിഡ്ഢിയാക്കി എന്ന് നിങ്ങൾ കരുതും. എന്നാൽ സത്യത്തിൽ ആ സിസ്റ്റം നിങ്ങളെ നിയമപരമായി ഒരു അടിമയാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അടുത്ത 2 വർഷത്തേക്ക് ആ ഫോണിനു വേണ്ടി നിങ്ങൾ ഉള്ളാലെ വെറുക്കുന്ന ആ ജോലി ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകില്ല. EMI നിങ്ങളുടെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കുന്നു. നിങ്ങളുടെ ചോര നീരാക്കിയുണ്ടാക്കുന്ന അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം കോടികളിൽ കളിക്കുന്ന ബാങ്കർമാർക്ക് നിങ്ങൾ പലിശയായി നൽകുകയാണ്. നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത എല്ലാ EMI-കളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും അടച്ചു തീർക്കണമെന്നാണ് ചാണക്യനീതി വ്യക്തമാക്കുന്നത്. നിങ്ങൾക്കൊരു സാധനം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളിപ്പോൾ ആ സാധനം വാങ്ങാൻ യോഗ്യനല്ല എന്നാണ്. ഈ കൈപ്പേറിയ സത്യം എത്ര വേഗം നിങ്ങൾ അംഗീകരിക്കുന്നുവോ അത്ര വേഗം നിങ്ങളുടെ പോക്കറ്റിൽ പണം നിറയും. നിയമം 8: ഇല്ല എന്ന് പറയാനുള്ള കല. ഇനി നമുക്ക് 8ാമത്തെ നിയമത്തിലേക്ക് വരാം. ഇതല്പം ക്രൂരമായി തോന്നാമെങ്കിലും നിങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണിത്.
എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ആദ്യം തന്നെ നശിക്കുമെന്നാണ് ചാണക്യനീതി പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചിലവുകൾ കുറച്ചു EMI നിർത്തി പണം ലാഭിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നിങ്ങളുടെ ഒരു സുഹൃത്തോ ബന്ധുവോ സഹപ്രവർത്തകനോ വന്ന് സങ്കടകരമായ ഒരു കഥ പറഞ്ഞ് നിങ്ങളോട് പണം കടം ചോദിക്കുന്നത്. നിങ്ങൾ ധർമ്മസങ്കടത്തിലാകും. ഞാനില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്തു വിചാരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ആ ഡാർക്ക് സൈക്കോളജി ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് ലാഭിച്ച ആ പണം അവർക്ക് നൽകുമ്പോൾ 90% സാഹചര്യങ്ങളിലും ആ പണം തിരികെ ലഭിക്കില്ല. ഇനി നിങ്ങൾ ആ പണം തിരികെ ചോദിച്ചാൽ ബന്ധങ്ങൾ എന്തായാലും മോശമാകും. അതായത് നിങ്ങളുടെ പണവും പോയി, ബന്ധവും പോയി. സമ്പന്നർ പണത്തിന്റെ കാര്യത്തിൽ യാതൊരു മടിയുമില്ലാത്തവരാണ്. അവർക്ക് നേരിട്ട് ഇല്ല എന്ന് പറയാനറിയാം. നിങ്ങളും ഈ രീതി പഠിക്കണം. ആവശ്യമില്ലാത്ത പാർട്ടികൾക്ക് ആരെങ്കിലും വിളിച്ചാൽ ഇല്ല എന്ന് പറയുക. യാതൊരു ഉറപ്പുമില്ലാതെ ആരെങ്കിലും പണം ചോദിച്ചാൽ ഇല്ല എന്ന് പറയുക. നിങ്ങളുടെ പണത്തിന്മേൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കും മാത്രമേ അവകാശമുള്ളൂ, മറ്റൊരാളുടെ ആഗ്രഹങ്ങൾക്കല്ല. നിയമം 9. പെട്ടിയിലിരിക്കുന്ന പണത്തിന്റെ മരണം. പണം മിച്ചം പിടിച്ച് സേവിംഗ്സ് അക്കൗണ്ടിലിടുകയോ വീട്ടിലെ അലമാരയിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിയെന്ന് മിക്ക ഇടത്തരക്കാരും കരുതുന്നു. കെട്ടിക്കിടക്കുന്ന പണം അഴുകിപ്പോകുമെന്നാണ് ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഈ അഴുകലിനെയാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇന്ന് 1 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക. പണപ്പെരുപ്പ നിരക്ക് 6 അല്ലെങ്കിൽ 7% ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ ആ 1 ലക്ഷം രൂപയുടെ മൂല്യം വെറും 93,000 രൂപയായി കുറയും. നിങ്ങളുടെ പണം ചിലവാക്കാതെ തന്നെ അപ്രത്യക്ഷമാവുകയാണ്. ബാങ്കുകൾ നിങ്ങൾക്ക് കുറച്ചു പലിശ നൽകി നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ദരിദ്രരായി മാറുകയാണ്. സമ്പന്നനായ ഒരു മനുഷ്യൻ ഒരിക്കലും തന്റെ പണം ബാങ്കിൽ കിടന്ന് നശിക്കാൻ അനുവദിക്കില്ല. അവൻ തന്റെ പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നു. പണം ഒരു സൈനികനെ പോലെയാണ്. സൈനികൻ പാളയത്തിൽ ഉറങ്ങിക്കിടന്നാൽ നിങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെടും. നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം വിജയിച്ചു കൊണ്ടുവരാൻ ആ സൈനികനെ അതിർത്തിയിലേക്ക് അയയ്ക്കുക. നിയമം 10. ഒരൊറ്റ കിണറ്റിനെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുക. ഒരു നദിയിലെ വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന രാജ്യം വരൾച്ചാ സമയത്ത് ദാഹിച്ച് മരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ആ ഒരേയൊരു നദിയാണ് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം. നാളെ കമ്പനി നിങ്ങളെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം വരികയോ ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ കയ്യിൽ വേറെ ഒരു വഴിയുമില്ല. സമ്പന്നർ ഒരിക്കലും ഒരു വരുമാനമാർഗത്തെ മാത്രം ആശ്രയിക്കാറില്ല. അവർക്ക് പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പണം വരുന്നുണ്ടാകും. നിങ്ങളുടെ ശമ്പളം കുറവാണെങ്കിൽ നിങ്ങളുടെ ദിവസത്തിൽ നിന്ന് 2 മണിക്കൂർ നിങ്ങൾ മോഷ്ടിക്കണം. ആ സമയത്ത് എന്തെങ്കിലും ഫ്രീലാൻസിംഗ് ചെയ്യുക, എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് അധിക വരുമാനം നൽകുന്ന എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടാക്കുക. തുടക്കത്തിൽ ഇത് ചെറിയൊരു തുകയായിരിക്കാം. എന്നാൽ ഈ അധിക വരുമാനം നിങ്ങളുടെ മാനസികമായ കരുത്തിനെ എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്നാൽ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എന്നേക്കുമായി അവസാനിക്കും. നിയമം 11. കോമ്പൗണ്ടിങ്ങിന്റെ അവിശ്വസനീയമായ ശക്തി. സുഹൃത്തുക്കളെ, ദരിദ്രന്റെയും സമ്പന്നന്റെയും യഥാർത്ഥവും അവസാനത്തേതുമായ പരീക്ഷണം നടക്കുന്ന വഴിത്തിരിവിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ അധികം കഠിനാധ്വാനം ചെയ്യുന്നില്ലെന്നും സ്വന്തം സമയം വിറ്റ് പണം സമ്പാദിക്കുന്നില്ലെന്നും നിങ്ങൾക്കറിയാമോ? ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ച ഒരു രഹസ്യ ആയുധം അവരുടെ കൈവശമുണ്ട്. ഇതൊരു മായാജാലമല്ല, മറിച്ച് ഒറ്റ രാത്രി കൊണ്ട് സാധാരണക്കാരെ വലിയ സാമ്രാജ്യങ്ങളുടെ ഉടമകളാക്കിയ 11ഉം 12ഉം നിയമങ്ങളാണിത്. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുടർച്ചയായി പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആ നിയമം എന്താണ്? അതാണ് 11ാമത്തെ നിയമം, കോമ്പൗണ്ടിങ്ങിന്റെ അവിശ്വസനീയമായ ശക്തി. ഇത് മനസ്സിലാക്കുന്നവൻ അത് സമ്പാദിക്കുന്നുവെന്നും മനസ്സിലാക്കാത്തവൻ അത് നഷ്ടപ്പെടുത്തുന്നുവെന്നുമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വിശ്വസിച്ചിരുന്നത്. ക്ഷമ കൈപ്പേറിയതാണെങ്കിലും അതിന്റെ ഫലം വളരെ മധുരമുള്ളതാണെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിരുന്നു. മിക്ക ആളുകളും ആവേശത്തോടെ നിക്ഷേപം ആരംഭിക്കുമെങ്കിലും കുറച്ചു മാസങ്ങൾക്ക് ശേഷം അത് നിർത്തുന്നു. ഈ 500 രൂപ മാറ്റിവെച്ചതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നവർ ചോദിക്കും. അവിടെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. ഒരു ആൽമരം നോക്കൂ. അതിന്റെ ചെറിയ വിത്ത് മണ്ണിലിടുമ്പോൾ മാസങ്ങളോളം പുറത്തൊന്നും കാണാനാകില്ല. എന്നാൽ ആ ഇരുണ്ട മണ്ണിനടിയിൽ അതിന്റെ വേരുകൾ ഭയങ്കരമായി കരുത്താർജിക്കുകയാണ്. പിന്നീട് ആ മരം പുറത്തേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വലുതായിരിക്കുമെന്നാൽ കൊടുങ്കാറ്റിനു പോലും അതിനെ പിഴുതെറിയാൻ കഴിയില്ല. നിങ്ങളുടെ ആ ചെറിയ സമ്പാദ്യം, ആ 500 രൂപയുടെ SIP ആ ആൽമരത്തിന്റെ വിത്താണ്. നിങ്ങൾ എല്ലാ മാസവും നിക്ഷേപിക്കുകയും അടുത്ത 20 അല്ലെങ്കിൽ 25 വർഷത്തേക്ക് അതിൽ തൊടാതിരിക്കുകയും ചെയ്താൽ കോമ്പൗണ്ടിങ്ങിന്റെ ആ മാന്ത്രികതയിലൂടെ ആ തുക നിങ്ങളുടെ കണ്ണുകളെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്തത്ര വലുതായി മാറും. എന്നാൽ ഇതിനായി നിങ്ങൾ ഒരു തപസ്വിയെപ്പോലെ ക്ഷമ കാണിക്കണം. ആളുകൾ നിങ്ങളെ കളിയാക്കും. ആ സമയത്ത് നിങ്ങളതൊന്നും കേൾക്കാത്തവനായിരിക്കണം. കാരണം 10 വർഷത്തിന് ശേഷം അതേ സുഹൃത്തുക്കൾ അവരുടെ ഈ EMI അടയ്ക്കാൻ നിങ്ങളോട് കടം ചോദിക്കാൻ വരുമ്പോൾ നിങ്ങളുണ്ടാക്കിയ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരിക്കും. നിയമം 12.
അസറ്റുകളും ലയബിലിറ്റികളും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസമെന്നാൽ അവസാനത്തെയും ഏറ്റവും കഠിനവുമായ ഈ 12ാമത്തെ നിയമം നിങ്ങളുടെ മനസ്സിൽ എന്നേക്കുമായി പതിപ്പിച്ചാൽ മാത്രമേ ഈ സാമ്രാജ്യം നിലനിൽക്കുകയുള്ളൂ. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും കൈപ്പേറിയ സത്യം ഇതാണ്: ദരിദ്രൻ ലയബിലിറ്റികൾ വാങ്ങിക്കൂട്ടിയിട്ട് അവനൊരു അസറ്റ് വാങ്ങിയെന്ന് ചിന്തിക്കുന്നു. ഇടത്തരക്കാർക്ക് കുറച്ച് പണം കിട്ടുമ്പോൾ തന്നെ അവർ ലോണിൽ ഒരു വില കൂടിയ കാർ വാങ്ങുന്നു, വലിയൊരു TV വാങ്ങുന്നു, അല്ലെങ്കിൽ വീട് EMIയിൽ വാങ്ങുന്നു. ഇതെല്ലാം തങ്ങളുടെ അസറ്റാണെന്ന് അവർ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സാധനങ്ങളെല്ലാം എല്ലാ മാസവും അവരുടെ പോക്കറ്റിൽ നിന്നും പണമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ലയബിലിറ്റികളാണ്. മറുവശത്ത് സമ്പന്നനായ ഒരാൾ തന്റെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം അസറ്റുകൾ ഉണ്ടാക്കുന്നതിനായി ചിലവാക്കുന്നു. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിലും അവധി ആഘോഷിക്കുകയാണെങ്കിലും നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന ഒന്നാണ് അസറ്റ്. അവൻ സ്റ്റോക്കുകൾ വാങ്ങുന്നു, റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാതെ തന്നെ അവന് ക്യാഷ് ഫ്ലോ നൽകുന്ന ഒരു ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കുന്നു. കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയാത്ത പണം സത്യത്തിൽ ഒരു മിഥ്യ മാത്രമാണെന്ന് ചാണക്യനീതി വ്യക്തമായി പറയുന്നു. നിങ്ങൾക്കുള്ള ഓരോ പൈസയെയും നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ സൈനികരെ പിടിച്ചുകൊണ്ടുവരുന്ന സൈനികരാക്കി മാറ്റണം. ഉപസംഹാരം സുഹൃത്തുക്കളെ, കുട്ടിക്കാലം മുതൽ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ ആ ഭയാനകമായ ചക്രവ്യൂഹത്തിൽ നിന്ന് നിങ്ങളെ പുറത്തുകൊണ്ടുവരാൻ സഹായിക്കുന്ന ആ 12 അചഞ്ചലമായ നിയമങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു, ഈ കാര്യങ്ങളെല്ലാം കേട്ടു. എന്നാൽ വളരെ കൈപ്പേറിയൊരു കാര്യം ഓർക്കുക: വീഡിയോ കണ്ടതുകൊണ്ടോ തലയാട്ടി സമ്മതിച്ചതുകൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രാവർത്തികമാക്കുന്നതുവരെ അറിവ് എന്നത് ഒരു വിഷമാണെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിച്ച് നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരികെ പോയാൽ വിശ്വസിക്കൂ, നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ചെയ്യുന്നത് ഏറ്റവും വലിയ വഞ്ചനയാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വലിയ വാഗ്ദാനം നൽകണം. നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുക: ഇന്നു മുതൽ ഞാൻ പണത്തിനു വേണ്ടി ജോലി ചെയ്യില്ല, മറിച്ച് പണം എനിക്ക് വേണ്ടി ജോലി ചെയ്യും. ഇന്നു മുതൽ എന്റെ അധ്വാനത്തിന്റെ ഓരോ ഭാഗവും ഞാൻ എന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിനിയോഗിക്കും, അല്ലാതെ അടിമത്തത്തിനു വേണ്ടിയല്ല. ഈ വഴി ഒട്ടും എളുപ്പമല്ല. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇതിൽ ത്യാഗമുണ്ട്, ഇതിൽ കടുത്ത തപസ്സുണ്ട്, കൂടാതെ ഇതിന് സമയവുമെടുക്കും. എന്നാൽ വിശ്വസിക്കൂ സുഹൃത്തെ, ഈ 12 നിയമങ്ങളുടെ കോണിപ്പടികൾ കയറി ഈ ചക്രവ്യൂഹം ഭേദിച്ച് നിങ്ങൾ പുറത്തുവരുന്ന ആ ദിവസം നിങ്ങളുടെ വരും തലമുറകൾ നിങ്ങളെ നമസ്കരിക്കും. ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. എപ്പോഴും ബില്ലുകളടച്ച് ഭയത്തോടെ ജീവിക്കുന്ന ആ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണമോ? അതോ ആചാര്യ ചാണക്യനെപ്പോലെ നിങ്ങളുടെ സ്വന്തം വിധിയും സാമ്രാജ്യവും സ്വയം എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ പൂർണ്ണ ശക്തിയോടെ കമന്റിൽ എഴുതുക: ഞാൻ സമ്പന്നനാകും. കാരണം നിങ്ങൾ എന്തെങ്കിലും എഴുതുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുകയും പ്രപഞ്ചം അത് സാധ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വലിയ നേതാക്കളും സമ്പന്നരും നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്ന ആ ഡാർക്ക് സൈക്കോളജിയും ആചാര്യ ചാണക്യന്റെ ആ രഹസ്യങ്ങളും നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. അത് തീർച്ചയായും കാണുക. സ്കൂളോ കോളേജോ ഒരിക്കലും പഠിപ്പിക്കാത്ത ജീവിതരീതികളും ആളുകളുടെ മനസ്സ് വായിക്കാനുള്ള രഹസ്യമാർഗ്ഗങ്ങളും ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.